രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് ശരണ്യയുടെ വീട്ടിലേക്ക് അലീന പുറപ്പെടുകയാണ്. പക്ഷെ രോഹിത്തിന് ഒരു ഊഹവുമില്ല എങ്ങോട്ടാണ് ഈ യാത്രയെന്ന്. വീട്ടിൽ നിന്ന് ബൈക്കിൽ പുറപ്പെടുവാൻ നേരം അവൻ ചോദിച്ചപ്പോഴും അവളൊരു സൂചനയും കൊടുത്തില്ല. എന്നാലും അവളോടൊപ്പം എവിടേക്ക് പോകാനും അവനിപ്പോൾ ധൈര്യമുണ്ട്. അവനറിയാം, ഒരാപത്ത് വന്നാൽ സ്വന്തം ജീവൻ ത്യജിച്ചും അവൾ അവനെ രക്ഷിക്കുമെന്ന്. എന്തായാലും യാത്ര ചെയ്ത് ബൈക്ക് ഒരു മൈതാനം കടന്ന് അഴുക്ക് ചാലിനു മീതെ പാലം പോലെയിട്ട വീതിയുള്ള കോൺക്രീറ്റ് സ്ലാബിലൂടെ മറുപുറം കടന്നു. തുടർന്ന് അലീന ചൂണ്ടിക്കാട്ടിയ വീടിന്റെ മുറ്റത്ത് ബൈക്ക് നിന്നു. അലീന ബൈക്കിൽ നിന്നിറങ്ങി. എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് രോഹിത്ത് സംശയത്തോടെ അലീനയെ നോക്കുമ്പോൾ അലീന പറയുക, ഇറങ്ങി വാടാ, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? രോഹിത്ത് ബൈക്കിൽ നിന്നും ഇറങ്ങി. അവൻ ഹെൽമറ്റ് അഴിക്കുമ്പോഴേക്കും അലീന ചേച്ചി എന്നൊരു നിലവിളി കേട്ടു. ഒരു പെൺകുട്ടി വീടിനുള്ളിൽ നിന്നും ഓടി ഇറങ്ങി വരുന്ന കാഴ്ചയും കണ്ടു. മുറ്റത്തേക്ക് ചാടാനൊരുങ്ങി അവൾ ഞെട്ടിയതുപോലെ പെട്ടെന്ന് തരിച്ചു നിന്നു. രോഹിത്തിന്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി, പകച്ചുപോയി. രോഹിത്തും അവളെ കണ്ട് സ്തബ്ധനായി നിൽക്കുകയാണ്. ഹരിശങ്കറും കൂട്ടുകാരും ചേർന്ന് അന്തിനാട്ടെ റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള വീട്ടിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയ പെൺകുട്ടി ശരണ്യ. ശരണ്യയെ കണ്ടതും അലീന ഒരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നീ എന്താണ് അവിടെ അങ്ങ് നിന്ന് കളഞ്ഞത്? അലീനയുടെ ആ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ ശരണ്യ പതിയെ പിന്നോക്കം നീങ്ങുവാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടുകൊണ്ട് ഒരമ്പരപ്പോടെ അലീന വീണ്ടും വിളിക്കുകയാണ്, മോളെ ശരണ്യെ. ഇല്ല, അവൾ തിരികെ നോക്കുന്നില്ല. അവൾ വേഗം അകത്തേക്ക് കയറി മുറിയുടെ വാതിലടഞ്ഞു. അലീന വീണ്ടും ഉറക്ക വിളിക്കുകയാണ്, ശരണ്യെ, അവിടെ നിൽക്കുകുട്ടി, നിന്നോടല്ലേ ഒന്ന് നിൽക്കാൻ പറഞ്ഞത്. പക്ഷേ ഒരു ശബ്ദവും അകത്തുനിന്ന് കേൾക്കുന്നില്ല. അലീന വളരെ സങ്കടത്തോടെ രോഹിത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവന്റെ മുഖത്ത് രക്തമയമില്ല. ഒരു ഭീതി വല്ലാതെ അവനെ ഗ്രസിച്ചിരിക്കുന്നു. അവൻ ചുറ്റുപാടുകളിലേക്ക് നോക്കി. ചെറിയ ചെറിയ വീടുകൾ നിരന്ന കോളനി. അങ്ങിങ്ങായി പല വ്യക്തികളും ഇരുവരെയും സൂക്ഷിച്ചു നോക്കുന്ന കാഴ്ച. തന്റെ സഹോദരി എന്ന് തെറ്റിദ്ധരിച്ച് അലീന ചേച്ചിയെ മർദ്ദിച്ച് അവശയാക്കുകയും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്ത ആൾക്കാരുടെ സ്ഥലം, ശരണ്യയുടെ വീട്. അവന് ഭയമായിപ്പോയി. അന്തം വിട്ടു നിൽക്കുന്ന രോഹിത്തിന്റെ കയ്യിലേക്ക് മെല്ലെ പിടിച്ചിട്ട് അലീന പറയുകയാണ്, നീ എന്താ പകച്ചു നിൽക്കുന്നത്? വാ, നമുക്ക് അകത്തേക്ക് പോകാം. അവൻ ദയനീയമായി അവളെ ഒന്ന് നോക്കി. ഞാനല്ലേടാ വിളിക്കുന്നത്, നീ എൻ്റെ ഒപ്പം വാ. അലീനയോടൊപ്പം അറച്ചറച്ചവൻ വരാന്തയിലേക്ക് കയറി. ഈ സമയത്ത് പ്രഭാകരൻ മുൻപേയും ശ്രീലത പിന്നിലുമായി അടുത്ത വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അലീനയെ കണ്ടുകൊണ്ട് അവരൊന്ന് മന്ദഹസിച്ചു. അവളുടെ പുറകിൽ നിൽക്കുന്ന രോഹിത്തിനെ അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ല. ശരണ്യയുടെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അലീന ചോദിക്കുകയാണ്, അല്ല, ശരണ്യയുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് വക്കീൽ ഓഫീസിൽ പോയില്ലേ? അലീനയുടെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ പ്രഭാകരൻ രോഹിത്തിന്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇതാരായി കൂടെ വന്നിരിക്കുന്നത്? പറയാം, ഒരു മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ. ഇത് പറഞ്ഞിട്ട് അലീന രോഹിത്തിനെയും കൊണ്ട് വാതിൽ കടന്ന് അടുത്ത മുറിയിലേക്ക് പ്രവേശിച്ചു. ശരണ്യ അവിടെ മേശക്കരികിൽ ചുവരും ചാരി മുഖം താഴ്ത്തി നിൽക്കുകയായിരുന്നു. നീ എന്താ മോളെ ഓടിക്കളഞ്ഞത്? ഇവനെ കണ്ടിട്ടാണോ? അത് കേട്ടുകൊണ്ട് ശരണ്യ മുഖമുയർത്തി യാചനാഭാവത്തിൽ അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അലീന മെല്ലെ അവളുടെ കവിളത്തൊന്ന് തലോടി. നോക്ക്, ഇവനും നിന്നെപ്പോലെ തന്നെ ഒരു ഷോക്കിലാണ് നിൽക്കുന്നത്. ഈ നിമിഷം വരെയും ഞാൻ ഇവനോട് പറഞ്ഞിരുന്നില്ല നിന്റെ അടുത്തേക്കാണ് വരുന്നതെന്ന്. രോഹിത്തിനാണെങ്കിൽ ഈ സമയം ശരണ്യയുടെ മുൻപിൽ നിൽക്കെ ആത്മനിന്ദ അധികരിച്ചു വരുവാൻ തുടങ്ങി. അവൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. പുറത്തേക്കിറങ്ങി ഓടിക്കളഞ്ഞാലോ എന്ന് പോലും ആലോചിച്ചു. അലീന പറയുകയാണ്, ഇവൻ നിന്നെ ഉപദ്രവിച്ചില്ലെന്ന് നീ എൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടുള്ളതല്ലേ? ഇവനും എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെന്തിനാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേടിയും അകൽച്ചയും ഒക്കെ? നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. നിന്നോട് ഇവൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നീയും ഇവനും മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞിട്ട് അലീന വരാന്തയിലേക്ക് പിന്തിരിഞ്ഞു. അലീനയുടെ പിന്നാലെ വരാന്തയിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങുന്ന രോഹിത്തിനോട് അവൾ തിരിഞ്ഞിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്. നീ ഇവളോട് സംസാരിക്കണം രോഹിത്തെ. ശരണ്യ നല്ല കുട്ടിയാണ്. ആരോടും ക്ഷമിക്കുവാനും ആരെയും സ്നേഹിക്കുവാനും കഴിവുള്ളവൾ തന്നെ അവള്. നീ ഇവളെ ആശ്വസിപ്പിക്കണം. അത്രയും കേട്ടപ്പോഴേക്കും ശരണ്യയ്ക്ക് കരച്ചിൽ വന്നു. അലീന വരാന്തയിലേക്ക് ഇറങ്ങി. രോഹിത്ത് കൺമുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ്. ശരണ്യ ഇടയ്ക്കിടെ കണ്ണുകൾ തുടയ്ക്കുന്നു, വിതുമ്പുന്നു. അന്തിനാട്ടെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ പെട്ടെന്ന് അവന്റെ ഓർമ്മയിലേക്ക് ഇരമ്പിക്കയറി. 3 യുവാക്കളാൽ ആക്രമിക്കപ്പെടുന്നൊരു പെൺകുട്ടി. അരുതേ അരുതേ എന്ന് കെഞ്ചിക്കരയുകയാണവൾ. ഉടുപുടവകൾ ഉരിഞ്ഞു മാറ്റപ്പെടുമ്പോൾ അവൾ തന്റെ മുഖത്തേക്ക് നോക്കിയ നോട്ടവും അവന്റെ മനോമുകുരത്തിൽ തെളിഞ്ഞു വന്നു. കൗരവസഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുമ്പോൾ ദ്രൗപദി കൃഷ്ണനെ നോക്കിയ അതേ നോട്ടം. കൃഷ്ണ രക്ഷിക്കണേ എന്നുള്ള നിലവിളി. ഹരിയും കിരണും ചേർന്ന് കിടക്കയിൽ കിടന്ന് പിടഞ്ഞു കുതിർന്ന നഗ്ന ശരീരം പിടിച്ചടക്കുവാൻ ശ്രമിക്കുമ്പോൾ എല്ലാം കണ്ടൊരു നടുക്കത്തിൽ തരിച്ചു നിന്ന് തന്റെ നേർക്ക് നോക്കി ചീറിക്കരഞ്ഞുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് അവൾ യാചിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യരുതെന്ന് പറ, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറ. രോഹിത്ത് ഹൃദയ പാരവശ്യത്തോടെ ആർദ്രതയോടെ ശരണ്യയുടെ മുഖത്തേക്ക് നോക്കി. ഈ സമയത്ത് വരാന്തയിൽ അലീന പ്രഭാകരനോട് പറയുകയാണ്, ശരണ്യയുടെ അച്ഛന് ആളിനെ മനസ്സിലായില്ല അല്ലേ? അതാണ് രോഹിത്ത്. ശ്രീലതയുടെ മുഖത്ത് വല്ലാത്തൊരമ്പരപ്പായി പോയത് കേട്ടപ്പോൾ. നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം.
അലീന പോർട്ടിക്കോ മുറിയിലേക്ക് കയറി ചെന്നു. ഈ സമയത്ത് പിന്നാലെ പാഞ്ഞു ചെന്നിട്ട് തല്ല അസഹിഷ്ണുതയോടുകൂടി പ്രഭാകരൻ ചോദിക്കുകയാണ്, എന്തിനാ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഈ കോളനിയിലുള്ള ആരെങ്കിലും അവനെ തിരിച്ചറിഞ്ഞാലോ? ഹ, എന്നാലെന്താ, ആരെങ്കിലും അവനെ ഉപദ്രവിക്കുവോ? അവർക്കറിയില്ലേ അവൻ കുറ്റക്കാരനല്ലെന്ന്. അപ്പോൾ വീണ്ടും ശരണ്യയുടെ അച്ഛൻ, അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരേണ്ടിയിരുന്നില്ല. അങ്കിളെ, അവനോട് ഉള്ളിൽ ദേഷ്യമുണ്ട് ഇപ്പോഴും അല്ലേ? അവനും ഉണ്ടായിരുന്നല്ലോ ആ കൂട്ടത്തിൽ. ശരി, എന്തായാലും ഞാൻ വിളിച്ചുകൊണ്ട് വന്നതല്ലേ, അവർ തമ്മിൽ സംസാരിക്കട്ടെ, രണ്ടുപേരുടെയും മനസ്സ് ഒന്ന് തെളിയട്ടെ. ശരണ്യയ്ക്ക് അവനോട് ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു കൂട്ടുണ്ടാകട്ടെ. ഇതല്ലേ അതിന് പറ്റിയ അവസരം. ഇങ്ങനെയുണ്ടാകുന്ന കൂട്ടുകെട്ടുകൾക്ക് ബലം കൂടിയിരിക്കും, അത് വളരെ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും. വാസ്തവത്തിൽ അലീനെ അപ്പോൾ പറഞ്ഞത് ഒരു പ്രവചനം പോലെ പിൽക്കാലത്ത് സത്യമായി വന്നു കേട്ടോ. ശരണ്യ എൻട്രൻസ് പാസ്സാവുകയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS ചേർന്ന് പഠിക്കുകയും ചെയ്ത കാലത്ത് അലീനയുടെ അഭാവത്തിൽ രോഹിത് മാത്രമായിരുന്നു ശരണ്യയ്ക്കൊരു തണലും താങ്ങുമൊക്കെയായി നിന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അവൻ അവളെ കൈയയച്ച് സഹായിക്കുകയും അവളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അലീനയുടെ വാക്കുകൾക്ക് മറുത്തൊന്നും പറയാതെ ശ്രീലത അടുക്കളയിലേക്ക് പോയതോടുകൂടി മുറിയിൽ പ്രഭാകരനും അലീനയും മാത്രമായി. അപ്പുറത്തെ മുറിയിൽ നിന്നും ഇടവിട്ട് പതിഞ്ഞ സംഭാഷണങ്ങൾ അത് വളരെ അവ്യക്തമായി പുറത്തേക്ക് കേൾക്കാമായിരുന്നു. അലീന ഒരു മന്ദഹാസത്തോടെ പ്രഭാകരന്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. അയാളുടെ അസ്വസ്ഥതയും കാലുഷ്യവും ക്രമേണ അലിഞ്ഞലിഞ്ഞില്ലാതെയായി. ശ്രീലത കാപ്പി എടുത്തുകൊണ്ടുവന്നു. അപ്പുറത്ത് സംഭാഷണങ്ങൾ ആ സമയത്ത് നിലച്ചിരുന്നു. അലീനയും ശ്രീലതയും പ്രഭാകരനും മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശരണ്യ ചുവരിലേക്ക് ചാരി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രോഹിത് ഭിത്തിയരികിലെ ബെഞ്ചിൽ തല കുമ്പിട്ടിരിക്കുന്നു. ശരണ്യയുടെ വലത് കൈത്തലം തന്റെ ഇരു കൈകളുടെയും വിരലുകളാൽ പൊതിഞ്ഞു പിടിച്ച് അതിലേക്ക് നെറ്റി അമർത്തിയാണ് അവന്റെ ഇരിപ്പ്. മുറിക്കുള്ളിലേക്ക് മറ്റുള്ളവർ കടന്നു വന്നതോടെ ശരണ്യ തന്റെ കൈ പിൻവലിച്ചു. അഴയിൽ കിടന്ന തോർത്തെടുത്ത് അവൾ തന്റെ നനഞ്ഞ കവിളും കൺതടങ്ങളും ഒപ്പി മൂക്കു പിഴിഞ്ഞുകൊണ്ട് വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് രോഹിത് എഴുന്നേറ്റു. അവന്റെ കവിളത്തും കണ്ണുനീർ ചാലുകളുണ്ടായിരുന്നു. മുറിക്കുള്ളിലേക്ക് കയറിയ അലീന രോഹിത്തിനോട് പറയുകയാണ്, അതെ, നീ പരിചയപ്പെട്ടില്ലല്ലോ, ഇത് ശരണ്യയുടെ അച്ഛൻ, ഇത് അമ്മ. ശ്രീലത രോഹിത്തിന്റെ നേർക്ക് ഒരു ഗ്ലാസ് കാപ്പി നീട്ടി. അവരുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ വിങ്ങിപ്പൊട്ടിപ്പോയി. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായമ്മ, ക്ഷമിക്കണം, എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് രോഹിത് ഗദ്ഗതത്തോടെ വിങ്ങിപ്പൊട്ടുകയാണ്. മനസ്സ് വെച്ചിരുന്നെങ്കിൽ ശരണ്യെ എനിക്ക് രക്ഷിക്കാമായിരുന്നു, എനിക്കവരെ എതിർക്കാമായിരുന്നു. പക്ഷേ അവിടുന്ന് ഓടിപ്പോകാനാണ് അപ്പോൾ ഞാൻ നോക്കിയത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് കണ്ട് ശ്രീലതയ്ക്ക് സങ്കടം വന്നു. ഗോപന്റെ പ്രായമാണ് അവനെന്ന് അവർക്ക് തോന്നി. ഇടയ്ക്ക് കയറി ഇടപെട്ടുകൊണ്ട് പ്രഭാകരൻ പറയുകയാണ്, സാരമില്ല മോനെ, മോൻ ആ കാപ്പി വാങ്ങി കുടിക്ക്. രോഹിത് ശ്രീലതയുടെ കയ്യിൽ നിന്നും കട്ടൻ കാപ്പിയുടെ ഗ്ലാസ് വാങ്ങി. തുടർന്ന് അവൻ പ്രഭാകരന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. ഞാൻ ശരണ്യോടും അത് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് പ്രഭാകരൻ, മോനെ, എൻ്റെ മോൾക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ അതോടെ തീർന്നു എല്ലാം. ഞങ്ങളുടെ വിഷമവും സങ്കടവും എല്ലാം അതോടുകൂടി തീർന്നു. പിന്നാമ്പുറത്തേക്ക് പോയ ശരണ്യ ഈ സമയത്ത് മുഖം കഴുകി അകത്തേക്ക് മടങ്ങിയെത്തി. അലീനയുടെ നേർക്ക് തെല്ല് ലജ്ജയോടെ നോക്കിയിട്ട് അവളുടെ കയ്യിലിരുന്ന കാപ്പി ഗ്ലാസ് ശരണ്യ പിടിച്ചു വാങ്ങി. എന്നിട്ട് ഞാൻ തരുന്നത് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ വേറൊരു കാപ്പി ഗ്ലാസ് എടുത്ത് അലീനയുടെ നേർക്ക് നീട്ടി. അലീന പുഞ്ചിരിയോടെ അത് വാങ്ങി. എന്നിട്ട് പ്രഭാകരനോട് ചോദിക്കുകയാണ്, ഇവരുടെ സ്കൂളിൽ പോയിരുന്നോ? പഠിപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ആ, ഞാൻ പോയിരുന്നു. ഇവിടെ സ്കൂളിൽ ചെല്ലാതിരിക്കുന്നത് തന്നെയാണ് അവർക്കും താല്പര്യം. അലീനയുടെ അഭിപ്രായം തന്നെയാണ് അവരുടേതും. വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, അറ്റൻഡൻസ് ഒക്കെ അവർ ശരിയാക്കി തരാമെന്ന് സമ്മതിച്ചു. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. പഠിക്കാത്ത പോർഷൻസ് എന്തെങ്കിലും ഇവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ, കുറച്ച് ക്ലാസ്സൊക്കെ പോയി, സാരമില്ല, ടീച്ചേഴ്സ് അതൊക്കെ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിവിഷൻ തുടങ്ങി, 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നെ സ്റ്റഡി ലീവാണ്. അത് കേട്ടിട്ട് വീണ്ടും അലീന, അല്ല, ഇവള് പഠിച്ചു തുടങ്ങിയോ അതോ വെറുതെ ഇരിപ്പാണോ? അപ്പോൾ ശരണ്യ, ആ, ഞാൻ 3 നേരവും ഭക്ഷണവും കഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും വെറുതെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ, പഠിക്കുന്നുണ്ട് മോളെ, ഇപ്പോൾ അതേ ഉള്ളൂ ഒരു ജ്വരം. റിസൾട്ട് വരുമ്പോൾ അലീന ചേച്ചിയെ ഞെട്ടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പഠിത്തം. അത് കേട്ടുകൊണ്ട് അലീന, അപ്പോൾ തോക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇവളെങ്ങനെ എന്നെ ഞെട്ടിപ്പിക്കും? അലീനയുടെ ആ കുസൃതി ചോദ്യത്തിന് ശരണ്യയുടെ മറുപടി, അതൊക്കെ ഞാൻ ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ആ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞോ? അലീന രോഹിത്തിനെയും ശരണ്യയും മാറി മാറി നോക്കി. രോഹിത്ത് തലയാട്ടി. ശരണ്യ മിഴികൾ മെല്ലെ താഴ്ത്തി. അലീന വിരൽ തുമ്പുകൊണ്ട് അവളുടെ താടി പിടിച്ചുയർത്തിയിട്ട് വീണ്ടും ചോദിക്കുകയാണ്, എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു തീർത്തേക്കണം കേട്ടോ. മറ്റുള്ളവരുടെ ദേഷ്യവും വിരോധവും മനസ്സിൽ സൂക്ഷിക്കുന്നവർ യാതൊരു കാര്യവുമില്ലാതെ വെറുതെ വല്ലവരുടെയും ഭാരം ചുമക്കുകയാണ്. അപ്പോൾ ശരണ്യ മെല്ലെ പറയുകയാണ്, എനിക്ക് ദേഷ്യവും വെറുപ്പും ഒന്നുമില്ല ചേച്ചി. എനിക്കറിയില്ലേ, നിന്റെ മുഖം കണ്ടാലേ അറിയാലോ നിനക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നും വെച്ചു പുലർത്താൻ പറ്റില്ല എന്ന്. ഇത് പറഞ്ഞുകൊണ്ട് അലീന സ്നേഹത്തോടെ അവളുടെ തോളത്ത് കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി. രോഹിത്ത് കാപ്പി ഗ്ലാസുമായി മെല്ലെ വരാന്തയിലേക്ക് ഇറങ്ങി.
പ്രഭാകരനും മുറി വിട്ടുപോയി. അലീന ശരണ്യോട് പറയുകയാണ്, നിന്നെപ്പോലെ തന്നെയായിരുന്നു അവനും. ജീവിതം തീർന്നെന്ന് കരുതി നിരാശ കൊണ്ടും അപമാനം കൊണ്ടും മനസ്സിടിഞ്ഞ് ഇനി മരിച്ചാൽ മതിയെന്ന് വിചാരിച്ച് കഴിഞ്ഞുകൂടുകയായിരുന്നു. അവനെ അതിലൊന്നും പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി. ആളുകളുടെ മുഖത്ത് നോക്കുവാനും സംസാരിക്കാനും ഒക്കെ അവന് മടിയായിരുന്നു. ഇപ്പോഴും വീടിന് പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ കൂടെ വേണം. കോളേജിൽ പോകാനുള്ള ധൈര്യമൊന്നും ഇതുവരെയും അവനായിട്ടില്ല. എന്നോട് പറഞ്ഞു ചേച്ചി. എൻ്റെ അടുത്ത് അത് പറഞ്ഞ് കരഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ പോലും ആലോചിച്ചതാണെന്ന് പറഞ്ഞു. അലീന ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജീവനോടെ കാണില്ലായിരുന്നുവെന്നും എന്നോട് പറഞ്ഞു. എന്നിട്ട് അവൻ നിന്നോട് സോറി പറഞ്ഞു? പറഞ്ഞു, പല ആവർത്തി. നന്നായി. അന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവരെ തടയാമായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ അവന് കുറ്റബോധം. അതവനെ ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് അവനോട് പോലും പറയാതെ ഞാൻ ഇങ്ങോട്ട് അവനെ വിളിച്ചുകൊണ്ടുവന്നത്. ചില വിഷമങ്ങളൊക്കെ അനുഭവിച്ചാലേ അതെങ്ങനെയുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത്രയും പറഞ്ഞതിന് ശേഷം അലീന ഒന്നുകൂടി ശരണ്യയുടെ തലയിലൊന്ന് തഴുകിയിട്ട്, അപ്പോൾ ഞങ്ങൾ പൊയ്ക്കോട്ടെ, ഇങ്ങോട്ടാണ് വരുന്നതെന്ന് വീട്ടിൽ പോലും പറയാതെയാണ് പോന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം മുറിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അലീന ഹാൻഡ് ബാഗിൽ നിന്ന് കുറച്ച് രൂപ എടുത്ത് ശരണ്യയുടെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തു. അവളത് കണ്ടുകൊണ്ടൊന്നും ഞെട്ടി. എന്താ ചേച്ചി ഇത്? എന്തിനാണ്? നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ. ശരണ്യയുടെ മുഖം വാടിപ്പോയി. അവൾ മുറിവേറ്റതുപോലെ അലീനയുടെ മുഖത്തേക്ക് നോക്കി. കൈക്കൂലിയാണോ? എനിക്കിത് വേണ്ട. കൈക്കൂലിയോ? അടിപേടിക്കുന്നീ. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയാണ്. വേണ്ട ചേച്ചി, എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടല്ലോ പൈസ തരാൻ. പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഞാൻ അവരോട് ചോദിക്കുമല്ലോ. ചേച്ചി ആരോട് ചോദിക്കും? മോളെ, നീ വിചാരിക്കുന്ന അത്രയും അനാഥയൊന്നും അല്ല ഞാൻ. അച്ഛനും അമ്മയും ആങ്ങളമാരും അനുജത്തിമാരും ഒക്കെ എനിക്കുണ്ട്. അല്ലെങ്കിൽ തന്നെ പണത്തിനൊരു അത്യാവശ്യം വന്നാൽ നിന്റെ അടുത്ത് വന്ന് ഇത്തിരി പൈസ കടം തന്ന് സഹായിക്കുമോ മോളെ എന്ന് ചോദിക്കാൻ എനിക്കൊരു കുറച്ചിലുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് അലീന ആ രൂപ അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ചേച്ചി തന്ന കുറച്ച് രൂപ നിന്റെ കയ്യിലിരുന്നോട്ടെ. നിനക്കൊരു ഗൈഡ് വാങ്ങാനോ പേനയോ പുസ്തകങ്ങളോ വാങ്ങാനോ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. ആവശ്യം ഉണ്ടായില്ല എങ്കിൽ ചിലവാക്കണ്ട, കൈവച്ചോളൂ. എന്നാലും അത് കയ്യിലുള്ളത് നിനക്കൊരു ധൈര്യം തരും. ഇത് ഞാൻ എൻ്റെ അനുജത്തിക്ക് തരുന്ന സ്നേഹമാണ്, അവളോടുള്ള എൻ്റെ വാത്സല്യമാണ്. ശരണ്യയുടെ മിഴികൾ നിറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ പോയി വരാം. അവളുടെ കവളത്ത് മൃദുവായി തട്ടി ഒരു ചുംബനവും കൊടുത്തിട്ട് അലീന രോഹിത്തുമായി തിരികെ പോയി. ബൈക്കിൽ മടങ്ങിപ്പോകുമ്പോൾ അലീന രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആദ്യം കാണാൻ വരുമ്പോൾ അവൾ മനസ്സ് ചത്ത് ജീവിതം നശിച്ച മട്ടിൽ ആരെയും കാണാതെ ആരോടും മിണ്ടാതെ ജീവച്ഛവം പോലെ കിടക്കുകയായിരുന്നു അടച്ചിട്ടൊരു മുറിയിൽ. ഇപ്പോൾ അവളെ കണ്ടോ എത്രമാത്രം മിടുക്കിയാണെന്ന്. ഒരു കൈ താങ്ങിയാൽ മതി വീണ് കിടക്കുന്ന പലരും എഴുന്നേൽക്കും. അതുകൊണ്ട് നീ അവളെ നിന്റെ ഒരു അനുജത്തിയെ പോലെ കാണണം കേട്ടോ. ഞാനില്ലെങ്കിലും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. അവൾക്ക് സഹായം വേണ്ടപ്പോഴെല്ലാം എത്തിച്ചു കൊടുക്കണം. രോഹിത് അതൊക്കെ കേട്ട് തലകുലുക്കി. ഇനി ഒരു സ്ഥലത്തു കൂടി നമുക്ക് കയറാനുണ്ട്. അയ്യോ, അതെങ്ങോട്ടാണ്? ഇനി ഒരു സ്ഥലം കൂടി? അതൊക്കെ ഞാൻ പറയാം, നീ മുൻപോട്ട് വിട്ടോ. തുടർന്ന് മുൻപോട്ടുള്ള വഴി അവൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ബൈക്ക് യാത്ര ചെയ്ത് ചെന്ന് നിൽക്കുന്നത് DYSP ഓഫീസിൻ്റെ മുൻപിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഇവിടെയാണ് നമുക്ക് വരേണ്ടിയിരുന്നത്. രോഹിത് ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് അമ്പരപ്പോടെ ചോദിക്കുകയാണ്, DYSP ഓഫീസിലോ? ഇവിടെ ആരെ കാണാനാണ്? ഇവിടെ ഒരാളെ കാണാനുണ്ട്. അല്ല, ചേച്ചി തന്നെ പോയി കണ്ടാൽ പോരെ? ഞാൻ വരണോ? നീയും വരണം. ഇത് പറഞ്ഞ് അലീന അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. പോലീസ് എന്ന വാക്കുപോലും അവനെ കിടിലൻ കൊള്ളിക്കുകയാണ്. എടാ, നീ എന്തിനാ ഭയപ്പെടുന്നേ? നിന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. ചേച്ചിക്ക് ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? മുൻപൊരിക്കൽ ഞാനൊന്നിവിടെ വന്നിട്ടുണ്ട്, നിനക്ക് വേണ്ടിയായിരുന്നു അത്. ഇത് പറഞ്ഞുകൊണ്ട് അവൾ രോഹിത്തിന്റെ കൈ പിടിച്ച് DYSP ഓഫീസിനുള്ളിലേക്ക് കയറി. ഫ്രണ്ട് ഓഫീസിലെ കോൺസ്റ്റബിളിനെ സമീപിച്ചിട്ട് അലീന DYSPയെ കാണണമെന്നും രാവിലെ ഫോണിൽ വിളിച്ച് അനുവാദം വാങ്ങിയിരുന്നുവെന്നും പറഞ്ഞു. DYSPയുടെ ഓഫീസ് റൂമിലേക്ക് പോയ കോൺസ്റ്റബിൾ ഉടൻ തിരിച്ചു വന്ന് അവരോട് അകത്തേക്ക് ചെല്ലുവാൻ പറഞ്ഞു. രോഹിത്തിനെയും കൂട്ടി അലീന ഓഫീസ് റൂമിനുള്ളിലേക്ക് ചെന്നു. DYSP മധുസൂദനൻ ഒരു ചെറിയ മന്ദഹാസത്തോടെ ഇരുവരെയും സ്വാഗതം ചെയ്തു. തുടർന്ന് കസേരകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് രണ്ടുപേരും ഇരിക്കണം എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹവും കസേരയിലേക്ക് ഇരുന്നു. അപ്പോൾ അലീന വലിയ ഭവ്യതയോടെ പറയുകയാണ്, ഞങ്ങൾ സാറിൻ്റെ വിലപ്പെട്ട സമയം കളയാൻ വേണ്ടി വന്നതല്ല. അത് കേട്ടപ്പോൾ DYSP മധുസൂദനൻ, എന്തൊരു വിനയമാണിത്! മുൻപൊരു ദിവസം ഇവിടെ കയറി വന്ന് കുറ്റവാളിയെ പിടികൂടാൻ വേണ്ടി മാത്രമാണോ പോലീസ്? നിരപരാധിയെ രക്ഷിക്കാനും കൂടി വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ ചട്ടം പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ വിനയമൊന്നും കണ്ടില്ലല്ലോ. അലീന അത് കേട്ട് ഒരു ചെറിയ ചമ്മലോടെ ചിരിച്ചു. ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നോ സാറിനോട്? ഇല്ലേ? ചോദിച്ചില്ലേ? സോറി സാർ, ഞാൻ അന്നേരം ഒരു നിലയില്ല കയത്തിലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു കച്ചിത്തുരുമ്പ് അത് സാറ് മാത്രമായിരുന്നു. അതിൽ മുറുകെ പിടിക്കുകയല്ലാതെ വേറെ എൻ്റെ മുൻപിൽ മാർഗമൊന്നുമില്ലായിരുന്നു. എന്തായാലും അതിൽ തന്നെ പിടിച്ചു തൂങ്ങി ഒടുവിൽ നീ അവനെ രക്ഷപ്പെടുത്തിയല്ലോ, സന്തോഷം. എല്ലാം സാറിൻ്റെ ദയ കൊണ്ട് മാത്രമാണ്. രോഹിത് നിരപരാധിയാണ് എന്നുള്ള സത്യം തുറന്നു പറഞ്ഞത് സാറാണ്. ശരണ്യയ്ക്ക് മാത്രമേ അവനെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉപദേശിച്ചതും സാറ് തന്നെയാണ്. ആ ഒരു ബലത്തിലാണ് ഞാൻ മുൻപോട്ട് പോയത്.
അത്രയും കേട്ടപ്പോഴേക്കും ഡിവൈഎസ്പി ആ ഗൗരവഭാവമൊക്കെ വിട്ടിട്ട് പറയുക, വേണ്ട വേണ്ട, എൻ്റെ മേൽ ഒരുപാട് വെള്ളയൊന്നും പൂശണ്ട, വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ നീ തനിച്ചു പോയതും തുടർന്ന് കോളനിക്കാരെല്ലാവരും കൂടി നിന്നെ കൊല്ലാൻ ശ്രമിച്ചതും വീണ്ടും നീ അവിടെ പോയതും ആ പെൺകുട്ടിയുടെയും വീട്ടുകാരുടെയും സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റിയതും എല്ലാം എൻ്റെ സോഴ്സ് ഉപയോഗിച്ച് നിന്റെ നീക്കങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നീ എവിടം വരെ പോകും, നീ എവിടെ എത്തും എന്നറിയാനുള്ള എൻ്റെ ഒരു സ്വകാര്യ കൗതുകം കൂടി അതിനകത്തുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ മോടെ കെട്ടിയോൻ റെക്കമെൻഡ് ചെയ്ത കേസല്ലേ, എനിക്ക് അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. തുടർന്ന് ഡിവൈഎസ്പി വീണ്ടും പറയുകയാണ്, ആ പെൺകുട്ടിയുടെ അച്ഛനെ ഒരു ദിവസം ഞാനിവിടെ വിളിച്ചിരുന്നു. അപ്പോഴാണ് നീ അവരിൽ ചെലുത്തിയ സ്വാധീനവും വിശ്വാസവും സ്നേഹവും ഒക്കെ എനിക്ക് ബോധ്യം വന്നത്. അയാളുടെ മോളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് നീയാണെന്ന് അയാൾ എന്നോട് പറഞ്ഞു. അത് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആക്ഷൻ കമ്മിറ്റിക്കാരെയും ഫണ്ട് പിരിവുകാരെയും നയത്തിൽ അകറ്റി നിർത്തി അയാളുടെ മകൾക്കും ആ കുടുംബത്തിനും അഭിമാനത്തോടെ ജീവിക്കാനുള്ള ധൈര്യം കൊടുത്തത് നീയാണെന്ന് വരെ അയാൾ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നിനക്ക്? എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. ഇത് പറഞ്ഞുകൊണ്ട് ഡിവൈഎസ്പി എഴുന്നേറ്റ് അലീനയുടെ നേർക്ക് ഷെയ്ക്ക് ഹാൻഡിനു വേണ്ടി കൈ നീട്ടി. അലീന അന്താളിച്ചു പോയി. അവൾ അറച്ചറച്ച് വലത് കൈ നീട്ടിക്കൊടുത്തു. മധുസൂദനൻ ആ കൈയിൽ ബലമായി പിടിച്ചു കുലുക്കി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നിന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ അന്നേരം അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ. കീപ് ഇറ്റ് അപ്പ്. അലീനയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. സാറിനോട് നന്ദി പറയാൻ വേണ്ടിയാ ഞാൻ ഇവനെയും കൂട്ടി ഇവിടെ എത്തിയത്. എന്നിട്ടിപ്പോൾ സാറിനെ പോലെ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ വെറും ഒരു വീട്ടുജോലിക്കാരിയായി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സാർ. തുടർന്ന് ഡിവൈഎസ്പി രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഇനിയെങ്കിലും മാനമര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടാ. ഈ പെണ്ണ് ജീവൻ പണയം വെച്ച് നേടിത്തന്ന ജീവിതമാണ് നിന്റേത്. ഇല്ലെങ്കിൽ നീ ജയിലിൽ കിടന്ന് നരകിച്ച് തീർന്നേനെ. നിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ജോലിക്കാരി വന്നു കയറുവാൻ ആര് പുണ്യം ചെയ്തതാടാ? ഒരിക്കലും നിന്റെ അച്ഛനും അമ്മയും ആയിരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. രോഹിത്ത് തല കുമ്പിട്ട് നിൽക്കുകയാണ്. സർ, അവനെ വഴക്കു പറയല്ലേ, അവനിപ്പോൾ നല്ല കുട്ടിയാ. തകർന്നടിഞ്ഞു കിടന്നിടത്തൊന്ന് വാരിയെടുത്തതാ ഞാൻ അവനെ. ഇനി നല്ലവനായിട്ട് ജീവിച്ചോളാമെന്ന് അവൻ എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് വരികയാണ്. അവളോടും അച്ഛനോടും അമ്മയോടും എല്ലാം അവൻ മാപ്പ് പറഞ്ഞു. ഡിവൈഎസ്പി വീണ്ടും രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഡാ ഇങ്ങോട്ട് നോക്കടാ. രോഹിത്ത് മുഖമുയർത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. രക്ഷപ്പെട്ടത് നിന്റെ ഭാഗ്യം. ഇതാണ് നിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അത് നീ എപ്പോഴും ഓർത്തോണം. രോഹിത്ത് തലയാട്ടി. നിനക്ക് എന്തു പ്രോബ്ലം ഉണ്ടായാലും ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറയാം. ഇവളെ ഓർത്തു മാത്രം ഞാൻ നിനക്ക് അനുവദിക്കുന്ന ആനുകൂല്യമാണത്. കേട്ടല്ലോ? ഉവ്വ് സാർ. വീണ്ടും ഡിവൈഎസ്പി മധുസൂദനൻ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരിക്കൽ കൂടി നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല സാർ. ഞങ്ങൾ ഇറങ്ങുകയാണ്. ശരി. അലീനയും രോഹിത്തും കൂടി പിന്തിരിഞ്ഞ് നടക്കുവാനിരിങ്ങിയപ്പോൾ പിൻപിൽ നിന്നുകൊണ്ട് മധുസൂദനൻ വീണ്ടും ഒരു വിളി. അലീന. അവൾ ഞെട്ടലോടെ ഒന്നുകൂടി തിരിഞ്ഞു. അല്ല, ഒരു സംശയം ചോദിക്കാനാണ്. നിന്നോട് ഒരിക്കൽ ഞാൻ ചോദിച്ചതാണ്, ശരിക്കും നീ ഇവൻ്റെ വീട്ടിലെ ജോലിക്കാരി തന്നെയാണോ? അലീന ഒന്ന് പുഞ്ചിരിച്ചു. അന്നു പറഞ്ഞ മറുപടി മാത്രമേ ഇന്നും പറയാനുള്ളൂ സാർ. എൻ്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളുമാണ് ആ വീട്ടിലുള്ളവർ. ഞാനൊരു ജോലിക്കാരിയും. അത്രയും കേട്ടപ്പോഴേക്കും മധുസൂദനൻ്റെ പുരികമുയർന്നു. നെറ്റിയിൽ 3 ചുളിവുകളുണ്ടായി. അലീന പോയി കഴിഞ്ഞിട്ടും അതങ്ങനെ തന്നെ അവശേഷിച്ചു. കഥ വീണ്ടും തുടരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാനും ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.